ചാനൽ. അപ്പം ഇന്നലെ ഞാൻ വിചാരിച്ചിരുന്നു ഇന്നൊരു ഡേ ബൈ വീഡിയോ എടുക്കണം, എഴുതുമ്പോൾ തുടങ്ങുന്നതൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്നിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് മടി കാരണം ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചോറ് കുക്കറിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കറിക്ക് ഇവിടെ മത്തങ്ങയൊക്കെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ എടുക്കാം. അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ ഒരു ഇത് വന്നപ്പോൾ ഞാൻ പോയി ലൈറ്റും സ്റ്റാൻഡും സെറ്റപ്പ് ഒക്കെ എടുത്തത് ശരിയൊക്കെ ഇട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പം ഇന്ന് നമുക്ക് ഡേ മൈ ലൈഫാണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ മടി കാരണം ഞാൻ ആണ്ടിലും ആവണിക്കും ഉള്ള വീഡിയോ ആണ് എടുക്കണം. എന്താ അല്ലേ, ഇനിയും മടി ഉണ്ടെങ്കിൽ ഇങ്ങനെയും വീഡിയോ വരുള്ളൂ. എൻ്റെ വീഡിയോ പാരം നോക്കിക്കൊണ്ടിരിക്കുന്നില്ലെന്ന് എനിക്ക് അറിയാം. ഞാൻ പറയുന്നത് എന്നോട് തന്നെ വീഡിയോ എടുക്കണം, എന്നോട് തന്നെ പറയണം. ഓക്കെ, അപ്പം ശരി, നമുക്ക് കറി വെക്കാനുള്ള മത്തങ്ങ കുറച്ചുകൂടെ അരിയാനുണ്ട്, അത് അരിയണം. പിന്നെന്തോ പയറ് കാര്യങ്ങളൊക്കെ ഇടണം. ഇത് ആക്ച്വലി ഞാനിങ്ങനെ വീഡിയോ മറന്നുപോയി. അപ്പം എൻ്റെ വീഡിയോ കാണണം. അപ്പം അപ്പം മത്തങ്ങ നമുക്ക് അരി ആദ്യം ക്യാമറ വെച്ച് നോക്കിയിട്ട് അരിയുന്നത് കാണിക്കാൻ പറ്റില്ല. അതിപ്പോൾ കണ്ടിട്ട് തന്നെ ആർക്കും മത്തങ്ങ അരിയാൻ എവിടെ നമ്മൾ മത്തങ്ങ അരിയാൻ അറിയാത്തത്. സോ ഐ തോട്ട് ഇതിലേക്ക് പയറും ഇടും, മൺപയറും. ആ പറഞ്ഞു രാവിലെ കഴിക്കാൻ ബ്രെഡ് മാത്രം കഴിച്ചുകൊണ്ട് വിശക്കുന്നു എനിക്ക്. അയ്യാ എപ്പോഴും ഇടും. ഭയങ്കര ഫ്രീ. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ മത്തങ്ങയും പയറും ഇട്ട് വേവിച്ചതിന് ശേഷമാണ് കറി വെക്കേണ്ടതെന്നാണ്. ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു വീഡിയോയിൽ നോക്കി തന്നെ ചെയ്യാൻ. അപ്പൊ ഞാൻ വീഡിയോയിൽ നോക്കി ചെയ്താലും പിന്നെ ഞാൻ വെക്കുമ്പോൾ പിന്നെ മറന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെതായ രീതിയിൽ അങ്ങ് വെക്കാം. അപ്പൊ ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, ഞാനിത് കുക്കറിലിടട്ടെ. കുക്കർ കഴുകി വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ മത്തങ്ങയുണ്ട്. ഇപ്പം ആര് കഴിക്കും? ഞങ്ങൾ രണ്ടുപേർക്ക് കഴിക്കാൻ ഇത്രയും മത്തങ്ങ വേണ്ടായിരുന്നു. ആക്ച്വലി ഇത് തന്നെ ആണെന്ന് തോന്നുന്നു പയർ. ഞാൻ ഇരിക്കുന്നില്ല. പയർ കിട്ടി, കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ എത്ര കുറച്ചെടുത്താലും കൂടി പോകാറുണ്ട്. എനിക്ക് സ്പൂൺ കണക്കല്ല, എല്ലാവരും കൈ കണക്കാണ്. പയർ ഞാൻ എടുക്കുന്നുണ്ട്. ഇതുകൂടെ നമുക്ക് ഇതിലിടാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കും. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതവിടെ ഇരുന്നാവട്ടെ. ഇനി 1-2 വിസിൽ മതിയായിരിക്കും. അപ്പോഴത്തേക്കാവുമായിരിക്കും. എനിക്കിനി മീൻ വറക്കാനുണ്ട്. വേറെ എന്ത് കറി വെക്കുമെന്ന് അറിയില്ല. ചോറുണ്ട്, മത്തങ്ങക്കറി ഉണ്ട്. ഈ കറി വെക്കണോ വറക്കണോ എന്നറിയില്ല. അതുകൊണ്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡ് കുശാൽ. സാധനം കാണിച്ചാല് എന്റെ ഇവിടെ വയസ്സിൽ ഞങ്ങളെക്കാൾ മൂത്തൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ ചോറ് കഴിക്കുന്ന പാത്രത്തിൽ എന്തോ പറ്റി. ചേച്ചി പുതിയൊരു പാത്രം മേടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതിലാണ് ചേച്ചിനെയും ചോറ് കഴിക്കുന്നത്. അയ്യോ, അതെ, ഞങ്ങളെക്കാൾ ചെറിയൊരു ചേച്ചിയാണ് ഇവിടെ ഉള്ളത്. ഡയറ്റ് ആയതുകൊണ്ട് പോർഷൻ തിരിച്ച് കഴിക്കാൻ ചോറ്, ചിക്കൻ, തോരൻ. എന്നിട്ട് വെള്ളിയാഴ്ച മൂക്കുമുട്ട തിന്നുകയും ചെയ്യും. എന്റെ പാത്രമൊക്കെ ഇവരെല്ലാരും കൂടെ ചേർന്ന് പൊട്ടിക്കാവുന്നത്. എന്നിട്ട് ഞാൻ കണ്ടിരുന്നല്ലോ എന്റെ സീരിയിരിക്കുന്നു. അത് ഞാൻ പൊട്ടി. എന്റെ പാത്രം എല്ലാം ഇവര് പൊട്ടിക്കട്ടെ. എന്റെ കപ്പ് പൊട്ടിച്ചു, എന്റെ പാത്രം പൊട്ടിച്ചു, എല്ലാം പൊട്ടിച്ചു. ഇത് മീൻ വറക്കാൻ മസാല തേച്ചൊരിക്കല. എന്റെ വ്ലോഗിൽ ഒന്ന് ഹായ് പറയൂ, അല്ലെ ഞാൻ അല്ലാതെ കാണിക്കാം. അയ്യോ പോയി. ഇനി 2 മീൻ ഇവിടെ നല്ലാതായിട്ടിരിക്കണേ.
ഇനി നമുക്ക് അരപ്പൻ ഉണ്ടാക്കണം കറിക്ക്. അതിന് കുറച്ച് തേങ്ങ വേണം. ഐസ് കട്ടായിട്ടിരിക്കുകയാണ് വേണം. അതൊന്ന് എന്നിട്ട് പാടാ. തേങ്ങ ഇടാതെ വെച്ചാലോ? അതിന് നേരത്തെ എടുത്ത് വെളി വെച്ചിരുന്നെങ്കിൽ തേങ്ങ അതുകൊണ്ട് കിട്ടിയാണ്. അതൊക്കെ ഓർക്കണ്ടേ ഗൈസ്. മറവിരോഗം അടുത്ത പീക്കാണ് പേര്. ഓ ഇവിടെ രണ്ടുപേര് ഭയങ്കര അടിയാണ് ഗൈസ്. അതിന്റെ അലപ്പാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. അപ്പൊ നമുക്ക് അരപ്പിലുള്ള തേങ്ങ എടുത്തേക്ക് അരച്ചെടുക്കാം. അപ്പൊ ഇതില് ഇത് അരപ്പ് ഞാൻ മറന്നുപോയി. അരപ്പില്ലേ നമുക്ക്. ഞാൻ വിചാരിക്കുന്നത് തൈര് കുഴിച്ചാലോ? ഇതൊരു പറയാവോ? Let's try it. ഞാൻ മത്തങ്ങ കറിന്ന് ചെറിയൊരു മാറ്റം മാറ്റി മത്തങ്ങ പുളിശ്ശേരിയാകും ഇപ്പൊ. തൈരവിടെ ഇങ്ങനെയൊക്കെയല്ലേ പുതിയ പുതിയ കറികൾ ഉണ്ടാകുന്നത്. അപ്പം 2 സ്പൂൺ തൈരുണ്ട്. ഞാൻ വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് എന്റെ വീഡിയോ ഇവിടെ. ഓക്കെ, നമുക്ക് തൈര് കൂടെ ഇട്ടിട്ട് ഒന്ന് അടിക്കാം. കുടിക്കാൻ തോന്നി. ഓക്കെ, വീട്ടിൽ ഉപ്പ് ഒഴിയാൻ പാടില്ലെന്ന് കാര്യം. ഉപ്പ് ഒഴിഞ്ഞാ എന്താ പ്രശ്നം? ദാരിദ്ര്യം വരും. അല്ലെങ്കിൽ ഇവിടെ ദാരിദ്ര്യമേ ഇല്ല. അപ്പൊ ദാരിദ്ര്യമായിട്ടുള്ള വീട്ടില് 2 കിലോ ഉപ്പ് മേടിച്ച് വെച്ചാൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാവില്ലെന്നാണ് രാധേച്ചി പറയുന്നത്. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ 2 ഉപ്പാണ് വീട്ടിലുള്ളത്. 2 ഉപ്പ്, കടുക് ഒന്നും ഒഴിയാൻ പാടില്ല. താങ്ക് യു ചേച്ചി. നമ്മള് കറിക്കുള്ള കരിയാപ്പിലും കടുകും ഇട്ടു. പിന്നെ മുളക് കണ്ടുപിടിക്കണം. ചെറുപയർ മീൻസ് പച്ച ചുവപ്പ്? ചെറുപയർ പച്ച, ചുവപ്പ് വെള്ളപ്പയർ. വെള്ളപ്പയറല്ല, വൻപയർ. വൻപയർ. പാലക്കാട് ഈ പയറിന് പാലക്കാട് എന്താ പറയുന്നത്? ചെറുപയർ. ആ, നമ്മള് ചെറുപയർ. മറ്റേ ഞാനിപ്പോ ഇതിനിട്ട പയറ് വെള്ളപ്പയർന്ന്. ഞാൻ കൊല്ലത്ത് വൻപയർ. വേറെ സ്ഥലങ്ങളിൽ നിന്ന് വേറെ പേരുണ്ടോ എനിക്കറിഞ്ഞൂടാ. അവള് പറയുന്നതൊക്കെ വലിയ പയർന്ന്. വെള്ളപ്പയർ ഇന്ന് വെള്ളയല്ലോ, പക്ഷെ കളർ. പിന്നെ എങ്ങനെ നിങ്ങൾ എന്തിനാ വെള്ള? ഇതാണ് ഇതുപോലെ പല പല പേരുകളായിവിടെ. അതെ, പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട. അതെ അതെ ശരിയാ. അയ്യോ, ഒരു സാധനവും മേടിച്ചില്ല. 10-13 രൂപയുടെ സാധനമായി. അങ്ങനെ എല്ലാം നല്ല വില. ഞാൻ പിന്നെ ബീഫൊന്നും മേടിച്ച. ബീഫ് 2 മേടി. 1 സംതിങ് അല്ലായിരുന്നുള്ളൂ നമ്മള് വാങ്ങിക്കുമ്പോ. മറ്റേ 2 മേടി. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. ഇതിൽ നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ശർക്കര ഇട്ടോ. ഇത് ഓപ്ഷണലാണ്. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് ഇല്ല. എനിക്ക് ഇതിന്റെ മധുര ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇട്ടത്. ഇതിന്റെ അകത്തിന് താളിക്കോ ചെയ്താൽ മതി. കറി ഡണ്ണാണോ? ആരാ അവിടെ? ആരാ കഥ തുറന്നേ? നമ്മുടെ നെക്സ്റ്റ് അതിഥി വന്നിട്ടുണ്ട് ഗൈസ്. കം ഓൺ, കം ടു ദ ഫ്ലോർ. വീട്ടിലിങ്ങനെയൊക്കെ ഇരിക്കുന്ന ഗൈസ്. തൊപ്പി, ബാഗി. ഇതാണ് ചേച്ചി പറഞ്ഞ ബാഗി പാന്റും ജീൻസും അണിഞ്ഞ ഒരാള് വന്നിരുന്നപ്പോ ചേച്ചി പാടുമായിരുന്നു. ഇതിപ്പോ ഞാൻ എന്തോ ചോദിക്കും. ഇത് മത്തങ്ങ കറി ആയിരുന്നു.
മത്തങ്ങക്കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അല്ല ചെയ്ത് അരച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് കുറച്ച് തൈര് ഇടുക എന്നോട് പുളിശ്ശേരി ആയിരിക്കുക. അങ്ങനെ ഞാൻ കുറച്ച് തൈരോട് അരച്ചത് ചേർത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതുകൊണ്ട് എന്താ കുറച്ച് ശർക്കരപ്പൊടി ഇട്ടുള്ളൂ. അതൊക്കെ ശർക്കര എന്തോന്ന് പറയണ്ടേ, ഞാൻ എന്ത് പറയാൻ, എല്ലാരെയും കൊണ്ട് ഞാനത് തീറ്റിക്കുന്നു. നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ടേസ്റ്റ് എരിശ്ശേരിന്നും പറഞ്ഞു പുളിശ്ശേരി വെച്ചിട്ട് ഇതെന്നെ മത്തങ്ങ പുളിശ്ശേരി. ഞാൻ എത്ര നോക്കിയാലും എനിക്ക് അവിയലിന്റെ ടേസ്റ്റ് കുറച്ച് കിഴങ്ങും ചേമ്പെല്ലാം കറിഞ്ഞിടവേ. അവിയലിന് ഉപ്പുണ്ടോ? മതി, ഉപ്പ് മതി എങ്ങനെ തോന്നുന്നു. എനിക്ക് ഉപ്പൊക്കെ അറിയത്തില്ല. ഇറങ്ങിപ്പോ ഇതിനെന്തിനു വിളിച്ചു ഞാൻ മത്തങ്ങ കറി എടുത്തിട്ടോ അവിയലെന്ന്. എന്നിട്ട് അവിയൽ വെച്ചു കൊടുത്തപ്പോൾ കുറെ സാമ്പാറെന്ന്. ഇതിനെയൊക്കെ കൊണ്ടാണ് കാശ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമോ? കഷ്ടപ്പാടാണ് എനിക്കിവിടെ. ഇവിടെ എസ്കലേറ്ററിന് വീഴാൻ പോയി ഗൈസ്. മിന്നൽ മുരളി പോലെ ഒരു ചേട്ടനല്ല ഒരു അപ്പച്ചൻ വന്ന് നമ്മളെ രക്ഷിച്ചു. എനിക്കൊന്നും കണ്ടില്ല. പക്ഷെ ഇവക്ക് രക്ഷപ്പെട്ടു. ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടു. അയാളെ ഒന്ന് കുറ്റം പറഞ്ഞ് ആ മനുഷ്യർ എന്തിനത് ചെയ്തു എന്നുള്ള ഇതിലായിപ്പോയി. ഇതാണ് നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്യരുതെന്ന് പറഞ്ഞു ഇങ്ങനെ കുറ്റം കേൾക്കേണ്ടി വരും. ആ അപ്പച്ചനത് കാണുന്നുണ്ടെങ്കിൽ. പക്ഷെ ആ പുള്ളി മലയാളം അറിയത്തില്ല. Don't repeat it. എനിക്ക് വേണ്ടത് കിട്ടിയില്ല അവിടെ നിന്റെ ഹൈസൈറ്റ് മീനോട് നടത്താൻ മതി. നമുക്ക് ചെയ്യാം. ഇത് ഇതാണ് നമ്മൾ ഉള്ളിട്ട് തിളപ്പിച്ച വെള്ളം. അത് നമുക്ക് 7-8 days വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അതാണ് ഇനി വരുമ്പോൾ പറയാനൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാനുള്ള പോകണം. ഇതുപോലൊരു സംഭവം വെച്ചിട്ടാണ് ചെയ്യാറ്. നെക്സ്റ്റ് അലർജി ചെയ്തിട്ടുണ്ട്. ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇനി നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്തായിരുന്നു കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ്. അതിന് നമ്മളൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രബ് എടുക്കുന്നത് എടുക്കുന്നത് അല്ലാന്നുണ്ടെ എന്തെങ്കിലും അരിപ്പൊടി പൊടി കൈ കിട്ടുന്ന എല്ലാ പൊടികളും കാര്യമായിട്ട് സ്ക്രബ് ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലീനിങ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. തൂക്കണം, ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കുളിക്കണം. ഇനി കുളിച്ചിട്ടൊക്കെ ഓക്കെ. അങ്ങനെ കുളിയൊക്കെ പാസ്സായി. നല്ല വിശപ്പ്. നമുക്ക് ചോറ് കഴിക്കാം. ഉറക്കം വരുന്നുണ്ട് എനിക്ക്. പിന്നെ ചോറ് കഴിച്ചിട്ട് ഉറങ്ങാം. നമ്മൾ ചോറ് എടുത്തിട്ട് ഓക്കെ. ഫുഡൊക്കെ കഴിച്ചു. ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വിശപ്പുള്ളത് കൊണ്ട് ഞാനത് ഓർത്തില്ല. ഞാനത് കഴിച്ചു. അപ്പം ഇങ്ങോട്ടൊന്ന് കിടന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്. ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നീ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഭയങ്കര ബോറായിരിക്കും ഇത് കാണുന്നില്ലേ. എന്നാലും കാണാനൊക്കെ. അപ്പം ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. ഉറക്കൊക്കെ എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയും ചേട്ടനും കൂടെ പുറത്ത് പോകാമെന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് എണ്ണീറ്റ് റെഡിയായി. കറി എങ്ങനെ ഉണ്ടെന്ന്
സക്സസ് ഗൈസ്. എന്റെ കറി സക്സസ്. പുറത്തുനാളെ വെത്തി കറി കൊടുത്ത് സക്സസ്. ഒടുക്കത്തെ കാറ്റ് പറന്നു പോകുന്നു രാധികേശ്. ഇടിയും മഴയാണ് ഗൈസ്. അതെ, നാട്ടിലെ ഫീൽ ഗൈസ്. ഇവിടെ നല്ല മഴ. അയ്യോ മിന്നലും വെട്ടുന്നു. ഈ പാലക്കാട്ടുകാരെയും കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ. ഇടി വെട്ടുന്നു. ശരി, അത് ഇട്ട് കാണിക്കാൻ എന്താ ആണോ? എന്നാ അതിന്റെ ഒരു സൈസ് കൂടെ എടുക്ക്. അതിന്റെ ഒരു സൈസ് കൂടുതലുള്ളത്. നമ്മൾ ചേച്ചിക്ക് പാൻറ് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ലുലു വരെ വന്നത് ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ബോറായിട്ടുണ്ടല്ലേ. കോസ്മെറ്റിക്സ് നോക്കാൻ കയറിയതാണ് ഇപ്പം. കോസ്മെറ്റിക്സ് അല്ല, ഫാൻസി ഐറ്റംസ്. ആ ബണ്ണ് പോലത്തെ എനിക്ക് വേണ്ട. ഇത് കൊള്ളാം അല്ലേ? സ്ലൈഡ്. സ്ലൈഡ് കൊണ്ടിരിക്കുന്നത് ഇത് കൊള്ളാം. അവളും വാങ്ങിച്ച്. അവള് സെർച്ചിങ്ങിലാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടുന്നില്ല. നെക്സ്റ്റ് നോക്കാം. നമ്മളെവിടെ പോവാന്ന്? വെറുതെ ഗ്രീൻ പെപ്പറിൽ പോവാണ്. ചുമ്മാതാ ഗൈസ്. നമ്മളിനി ഇവിടെ വേറൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാം. ചേച്ചിയുടെ ആഗ്രഹം പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഞാൻ ഫർവാനിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ വന്നതാണ്. നോഫിലേക്കയുടെ ഫ്രണ്ടിൻ്റെ പെർഫ്യൂം വാങ്ങാൻ നാട്ടിൽ പോവാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ പെർഫ്യൂം മേടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ കുറേ പെർഫ്യൂമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഞാനിപ്പോൾ ഈ നോക്കുന്നത് നല്ല സ്മെല്ലാണ്. അടിപൊളി പെർഫ്യൂമാണ്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടതുണ്ട്. ഇവിടെ തന്നെ ഒരു ഓയിലുണ്ട്, പെർഫ്യൂമിന് പകരമായിട്ടുള്ളൊരു ഓയിൽ. അതെന്തോ പറയുമായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. അത് നൈസാണ്, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. നമ്മളതൊക്കെ നോക്കി അവിടെ പർച്ചേസൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. ചോക്ലേറ്റിനോ എവിടെ പോന്നു? ഞാൻ അപ്പോഴേക്ക് നല്ല പെട്ടേക്ക് എടുത്തോണ്ട് പോകുന്നു. എന്താ വെക്ക സ്ത്രീ? കൊള്ളാം. മതി, വാ വാ. കൊള്ളാം കൊള്ളാം. എടുക്കുന്ന ഇവിടെ എന്തുവായി? വേണ്ട, കൊണ്ട് ഇറങ്ങിയേക്കുവാ. സാധനം മേടിക്കാൻ എവിടെ പോയാലും ഈ ബാഗ് ഇല്ലാതെ നഫിലൊക്കെ പോവില്ല. ഇത്ര ഡെഡിക്കേഷനാണ് ഗൈസ്. വാട്ട് ഡെഡിക്കേഷൻ. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ നെസ്റ്റോയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ടീ കുടിക്കുന്ന കപ്പ് പൊട്ടിപ്പോയി ഗൈസ്. അങ്ങനെ കപ്പൊക്കെ നോക്കാൻ വന്നതാണ്. നോക്കട്ടെ, സ്വന്തം കയ്യിലില്ല. അത് എയർ ഇന്ത്യ എന്ന് പറഞ്ഞു പറപ്പിക്കേച്ചി. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. പറപ്പിക്കേ. കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് ഡിയർ പാസഞ്ചർ. വിസിലടിക്കാൻ പഠിച്ചോ? പൂവണ്ട. അത് ചേച്ചി വിസിലടിക്കാൻ പഠിച്ചോ? നിങ്ങൾ എന്തൊരു വിജയിപ്പാനാ. വിസിലടിക്കാൻ പഠിക്കണ്ടേ? നോക്കട്ടെ. വന്നു പിടിച്ചിട്ടുള്ളത്. ബാക്ക് ക്യാമിൽ ഞാൻ സുന്ദരിയാണോ ഗൈസ്? നോക്കട്ടെ. നീ ഇവിടെ കാണും. മുടിയൊക്കെ ഇരിക്കൊണ്ടിരിക്കുക. 4 വാക്കുണ്ട് സബ്സ്ക്രൈബേഴ്സിനോട്. നിന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് ആവശ്യമില്ലാത്ത പ്രചോദനം കൊടുത്ത് ഇവളെ കൊണ്ട് നീക്ക് ചെയ്യിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല കാര്യം പറയാനുണ്ട്. ഫുഡ് കഴിക്കുന്നില്ലേ നീ? ശരിയെന്നാ. രാത്രി ആ സമയം ഞാൻ പറഞ്ഞില്ലേ? അസമയം? ഏത് സമയമാണ് അസമയം? അസമയല്ല, ആ സമയം എന്നാ ഞാൻ പറഞ്ഞത്. ആ സമയം നൗഫലൊക്കെ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് കഴിക്കാറ്. ഭയങ്കര ചൂടാണ് ഗൈസ്, കഴിക്കാൻ പറ്റുന്നില്ല.
അയ്യോ നൗഫൽ ഷെഫാണ് വെച്ചത്. നൗഫൽ ഷെഫ്. നൗഫലേക്ക് ബിരിയാണി വെക്കാൻ നല്ല ഭാവിയുണ്ട്. നമുക്ക് ഭാവിയിൽ ഒരു കട ഇടാം, ബിരിയാണി കട. ഇത് ക്ലിക്കാവും. നല്ല ബിരിയാണിയാണ്. കൊണ്ട് ഫ്രൈ ചെയ്ത ചിക്കനൊക്കെയാണ്. അയ്യോ ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഞാനിനി ഉറങ്ങാൻ പോവാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ലാഗ് ബോറായിട്ടുള്ളൊരു യൂഷ്വൽ ഒരു ടൈം ലൈഫാണെന്ന് എനിക്കറിയാം. എന്നാൽ പോലും നെക്സ്റ്റ് ഒരു വീഡിയോയിലൊക്കെ എനിക്ക് കാണാം. നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പറ്റട്ടെ. എനിക്ക് മടിയാണ് ഗൈസ്, മടി. 3-4 മാസം കൊണ്ടും ഒരു വീഡിയോ ഇടും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആസ് യൂഷ്വൽ പറയുന്ന പോലെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.